വരുമ്പോ നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞപ്പോ റവ കാലിയായിട്ടിരിക്കുക, റവട്ടിന് ഫുള്ള് കാലിയാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മള് ഉള്ളിയും ക്യാരറ്റും എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മള് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കായ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നേന്ത്രക്കായല്ലേ. അപ്പൊ ഈ നേന്ത്രക്കായ വെച്ചിട്ട് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നല്ലേ, അപ്പൊ നമുക്കത് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ കായ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ ഞാനൊന്ന് കഴുകട്ടെ കേട്ടോ. ഞാൻ കായ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. 2 കായ എടുക്കണ്ടേ കായയുടെ. ഇത് 2 കായ കൊടുത്തു. 2 കായ മതിയാവോ? സാരി, 3 കായ എടുക്കുന്നുണ്ട്. ഇതൊരു 1/2 കിലോ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒരു 1/2 കിലോന് ഒരു 3 കായ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കണം. കല്ലിൽ ഉപ്പിട്ട് കൊടുത്തോളൂ, അത് നല്ലത്. അപ്പം കുറച്ച് കൂടി നിന്നോട്ടെ. കായൊക്കെ ഒന്ന് മുങ്ങി കിടക്കണത്ര നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവണം കേട്ടോ. കായ നന്നായിട്ട് വെന്തോട്ടെ. അപ്പൊ അത് നന്നായി വേവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്കൊന്ന് മുറി വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ വല്ല ഈച്ചയാണ് എന്തെങ്കിലുമൊക്കെ എടുത്താലോ. അപ്പൊ നമുക്കിതൊന്ന് വേവണ വരെ നോക്കും. ഒരു 3 വിസില് വന്നിട്ടുണ്ട്. ഇനി 1 വിസിലും കൂടി വരട്ടെ. നന്നായിട്ട് വേവണം കായ. അപ്പൊ നമുക്ക് 1 വിസിലും കൂടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. വരൂ 2 വിസില് വരാട്ടെ. വന്നു തുടങ്ങിട്ട് മതി. ഇനി എന്റെ പ്രഷറൊക്കെ ഒന്ന് പോട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വിസില് എന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. നമ്മുടെ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരേ. ഞാനൊരു ഫോർക്ക് എടുത്തിട്ടുണ്ടല്ലേ. കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ട, തൊലിയൊക്കെ പോയി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, കായ ഉടച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. നന്നായിട്ട് ഉടച്ചു. നല്ല ചൂടാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഉടച്ചാലും മതി. ഇത് നന്നായി വെന്ത കാരണമാണ് കേട്ടോ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. സ്പൂണോ ഫോർക്ക് എന്തിട്ട് വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. കണ്ടിട്ട് നന്നായി വേവണം, എന്നാൽ മാത്രമേ ഇങ്ങനെ ആവുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ കല്ല് പോലെ ഇരിക്കും. അപ്പൊ അത് നന്നായിട്ട് ഞാനതൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടാ. വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ടോ നോക്കാൻ പോവാം. ഉപ്പൊക്കെ പാകത്തിനാണ്. നല്ല കറക്റ്റ് ഉപ്പാണ് ഇതിന് പറ്റിയത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നു. നമുക്ക് ഇതിലോട്ട് കുറച്ച് പരിപ്പിട്ട് കൊടുക്കാം. ഞാൻ സാമ്പാർ പരിപ്പാണ് ഇട്ടേക്കണേ. തുവരപ്പരിപ്പ് അല്ല, മറ്റേ വടപ്പരിപ്പ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറില്ലേ, അതുവരെ നമുക്കിതൊന്ന് നടക്കാം. ഇപ്പോൾ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്, വല്ലാണ്ട് കഴിയണ്ട. ഇതിലോട്ട്
പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കായയിൽ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും അത് കറക്റ്റ് പരിവാവുള്ളൂ. കറക്റ്റ് രണ്ടിനും ടേസ്റ്റ് വരുത്തണ്ട. നമ്മൾ ഇതിലുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് എരി കയറുള്ളൂ, അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഇതിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ഇട്ട് ചേർത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ പച്ചമുളകില്ല, അപ്പോൾ ഞാനതിലിട്ടില്ല. സാരില്ല, കുട്ടികൾക്കൊക്കെ അല്ലേ കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുത്താൽ ഇത് ടേസ്റ്റ് വരുമോ? പറ്റില്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഉള്ളി വാടിയുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വാടട്ടെ. ക്യാരറ്റൊക്കെ പെട്ടെന്ന് വാടയുള്ളൂ, കുറച്ച് കടിക്കല്ല നോക്കാം. വല്ലാണ്ട് വെന്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഹാഫ് കുക്ക് പരിപാടി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കായ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി എടുക്കായിരുന്നു കേട്ടോ, ഒരു കായും കൂടി എടുക്കായിരുന്നു. ശരി പറ്റി. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അധികമൊന്നും ഇല്ലാതായി. നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ? നല്ല കിട്ടില്ല ഉപ്പുമാവ്. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ വെറൈറ്റിയാണ്. നമ്മുടെ വീട്ടിൽ എന്താ പറയുക, റവയൊന്നും ഇല്ലെങ്കിലൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഉപ്പുമാവ് തിന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നേന്ത്രക്കായ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. വളരെ സൂപ്പർ ടേസ്റ്റി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി തീ ഓഫ് ചെയ്തോളൂ. പറയാൻ മറന്നുപോയേ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോളൂ. കറിവേപ്പിലല്ല, സോറി, മല്ലിയില. വീണ്ടും തെറ്റിപ്പോയതാണ്. കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം നിങ്ങളോട് പറയാമേ. സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അടിപൊളിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.